അസമിൽ 2 IS ഭീകരർ പിടിയിൽ. അസം പോലീസാണ് ഭീകരരെ പിടികൂടിയത്. ഭീകരവാദ ഗൂഢാലോചനയും ഫണ്ടിങ്ങും റിക്രൂട്ട്മെന്റും നടത്തിയതായി പോലീസ് കണ്ടെത്തി. ഭീകരവാദ പ്രവർത്തനങ്ങളെ വേരോടെ പിഴുതെറിയുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. ഇവരുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, 2 IS ഭീകരരെയാണ് അസം പോലീസ് പിടികൂടിയിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. കേന്ദ്ര ഏജൻസികൾ നൽകുന്ന വിവരപ്രകാരം ഭാരതത്തിലെ IS മൊഡ്യൂളിന്റെ കമാൻഡറും കൊടും ഭീകരനുമായിട്ടുള്ള ഹാരിഷ് അജ്മൽ ഫാറൂഖിയാണ് ഇപ്പോൾ അസമിൽ പിടിയിലായിട്ടുള്ളത്. അസം പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയിട്ടുള്ള പ്രത്യേക ഓപ്പറേഷനിലാണ് ഇയാൾ പിടികൂടിയിട്ടുള്ളത്. ഇയാൾ അന്വേഷണ ഏജൻസികളുടെ പിടിയിലായിട്ടുള്ളത്. ബംഗ്ലാദേശിൽ ക്യാമ്പ് ചെയ്ത ശേഷം ബംഗ്ലാദേശ് ഇന്ത്യ അന്താരാഷ്ട്ര അതിർത്തി വഴി ദുബ്രി മേഖല വഴി ഭാരതത്തിലേക്ക് എത്താൻ ശ്രമിക്കവെയാണ് ഇത്തരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അസം പോലീസ് പ്രത്യേക ഓപ്പറേഷൻ നടത്തിയത്. ഈ ഓപ്പറേഷനിലാണ് ഭാരതത്തിൽ IS മൊഡ്യൂളിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന കൊടും ഭീകരൻ ഹാരിഷ് അജ്മൽ ഫാറൂഖിയും ഇയാളുടെ കൂട്ടാളിയും പിടിയിലായിട്ടുള്ളത്. ഇയാൾ ഡെറാഡൂൺ സ്വദേശിയാണ്. ഒപ്പം ഇയാളുടെ കൂട്ടാളി പാനിപ്പത്ത് സ്വദേശിയുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ അസം പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇവരെ ഗുവാഹത്തിയിലെ SFT ഓഫീസിലേക്ക് എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. കേന്ദ്ര ഏജൻസികൾ ഇയാളെ ചോദ്യം ചെയ്യാൻ എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇയാൾക്കെതിരെ NIA, ലക്നൗ, ഡൽഹി യൂണിറ്റുകളുടെ ഭാഗത്തുനിന്നും ഒപ്പം ATSന്റെ ഭാഗത്തുനിന്നും ഇതിനോടകം തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള ഭീകരവാദ ഫണ്ടിങ്, ഒപ്പം ഭീകരവാദ റിക്രൂട്ട്മെന്റ്, നിരവധി IED സ്ഫോടനങ്ങൾ ഇവയെല്ലാം ആസൂത്രണം ചെയ്യുകയും അതിനായി വിവിധ മൊഡ്യൂളുകൾ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ഫാറൂഖിയാണ് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. കൂടാതെ ഇയാൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ഭീകരവാദ പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുത്തതിനും യുവാക്കൾക്ക് പരിശീലനം നൽകിയതിനും തെളിവുണ്ട് എന്നുള്ള കാര്യം കൂടി അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടി. ഇയാളെ പിടികൂടുന്നതിനായി കേന്ദ്ര ഏജൻസികൾ വളരെ കാലമായി ഓപ്പറേഷൻ നടത്തി വരികയാണ്. എന്നാൽ ബംഗ്ലാദേശിൽ ക്യാമ്പ് ചെയ്തിരുന്ന ഇയാൾ ബംഗ്ലാദേശ് അതിർത്തി വഴിയും ദുബ്രി മേഖലയിലെത്തുകയും അവിടെ ധർമ്മശാല മേഖലയിലേക്ക് എത്തിയപ്പോഴാണ് അസം പോലീസ് നടത്തിയിട്ടുള്ള പ്രത്യേക ഓപ്പറേഷനിൽ ഇയാളെ പിടികൂടിയിട്ടുള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് കേന്ദ്ര ഏജൻസികൾ. NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇയാളെ ഉടൻ ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ അറസ്റ്റും റെയ്ഡും ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ ഒരു ഓപ്പറേഷന് ശേഷം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഭീകരവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തുണ്ടാകും. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങളുടെ വേരറുക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന കാര്യം കൂടിയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ഭീകരവാദ പരിശീലന ക്യാമ്പുകൾ, അതിന് നേതൃത്വം നൽകിയവർ, ഈ മൊഡ്യൂളുകൾക്ക് നേതൃത്വം നൽകിയവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള നടപടികളും കേന്ദ്ര ഏജൻസികളും ഒപ്പം വിവിധ സംസ്ഥാന ഏജൻസികളും ചേർന്നുകൊണ്ട് നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായി നമുക്കറിയാം വിവിധ ഭാഗങ്ങളിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി ഭീകരരെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഭാരതത്തിൽ IS മൊഡ്യൂളിന് നേതൃത്വം നൽകിയിരുന്ന അതിന്റെ കമാൻഡറും കൊടും ഭീകരനുമായിട്ടുള്ള ഹാരിഷ് അജ്മൽ ഫാറൂഖിയാണ് ഏജൻസികൾ പിടികൂടിയിട്ടുള്ളത്. KP 2 ഭീകരരാണ് പിടികൂടിയിരിക്കുന്നത്. അസം പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.